ഞാൻ വിചാരിച്ചത്. ഓക്കെ, നല്ല മക്കൾ. ഇനി ആരും മ്യൂട്ട് ചെയ്ത് വെക്കല്ലേ, അൺമ്യൂട്ട് ചെയ്ത് വെക്കല്ലേ, ടീച്ചർ പറയാതെ. ഷിഹാസ് ഒക്കെ ഇവിടെ ശ്രദ്ധിക്കുമുത്തേ. ഷിഹാസേ, ഞാൻ പറഞ്ഞായിരുന്നു ഈ സമയത്ത് ആരോടും സംസാരിക്കുന്ന ക്ലാസ് ശ്രദ്ധിക്കണം. സോ വി സ്റ്റഡീഡ് ഇൻ ദ വി യൂസ് കമ്പ്യൂട്ടേഴ്സ് ഇൻ ഡിഫറെന്റ് പ്ലേസസ് ലൈക്ക് സ്കൂൾസ്, ഓഫീസസ്, ഹോസ്പിറ്റൽസ്, ബാങ്ക്സ്, airports, railway stations, and in shops and malls and all. And even at home also we are using computers. At home we use the computer to play games, to listen music, to write letters and all. Okay, and now we studied that how people are using computers in the bank employees. I told that the bank employees using how they will use the computer and what is the use of computer in banks and all. Bankil engane ഉപയോഗിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ? റെയിൽവേ സ്റ്റേഷൻ, എയർപോർട്ട്, പിന്നെ ഹോസ്പിറ്റലിലൊക്കെ ഉപയോഗിക്കുന്നത് എല്ലാം നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, നെക്സ്റ്റ് ടേക്ക് പേജ് നമ്പർ 14. Page number 14, take. Computers help doctors to find out the diseases of a person. That is about the hospitals. Hospital ഉപയോഗിക്കുന്നതിനെ പറ്റിയാണത്. In shops and restaurants, if we have gone to big shops and a restaurant means what? Hotels. If we have gone there, you will have your food, or you will buy things from shops and all. From restaurant you will have your food. Then after that you have to pay the bill. And such നമ്മൾ bill അടയ്ക്കണം അല്ലേ? അപ്പൊ bill അടയ്ക്കുമ്പോൾ we will get a computer bill. And no matter how many things you buy from the shop, you will get a long list. നമ്മൾ ഷോപ്പിലൊക്കെ പോയിട്ട് നമ്മൾ എന്തോ സാധനം വാങ്ങിച്ചാലും ഒന്ന് വാങ്ങിച്ചാലും ബില്ല് കിട്ടും. 100 or 200 if you buy also you will get a bill. അല്ലേ? നമുക്ക് 100, 200, 500 എത്ര സാധനം വാങ്ങിച്ചാലും നമുക്ക് ബില്ല് കിട്ടും. ഓക്കെ, and this bill will be made within seconds. പെട്ടെന്ന് തന്നെ കമ്പ്യൂട്ടർ ബില്ല് അടിച്ചു തരും. വേഗം കാൽക്കുലേറ്റ് ചെയ്യും. ഞാൻ നിങ്ങളോട് പറയാണ് 10 plus 15 plus 25 plus how much? 10 plus 5 plus 25 is equal to how much എന്ന് ചോദിച്ചാൽ ആര് ഉത്തരം പറയും? എത്ര സമയം എടുക്കും? 10 plus 5 15. 15 plus 25 how much? 40. അത് നിങ്ങൾ ഇങ്ങനെ എഴുതി കൂട്ടി വരുമ്പോൾ ഒത്തിരി സമയം എടുക്കും അല്ലേ? ടീച്ചറിന് പിന്നെ ഇച്ചിരി വലുത് ആളായതുകൊണ്ട് ടീച്ചറിന് അറിയാവുന്നതുകൊണ്ട് വേഗം ഉത്തരം പറഞ്ഞു. നിങ്ങളോട് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ എത്ര സമയം എടുക്കും? കുറേ സമയം എടുക്കും കൂട്ടി വരാൻ. പക്ഷെ കമ്പ്യൂട്ടറിന് ഇത്ര പോലും സമയം ആവശ്യമില്ല. 10 plus 15 plus 25 is equal to എന്ന് അടിച്ചു കൊടുക്കുമ്പോഴേക്കും 40 എന്ന ആൻസർ വന്നിരിക്കും. ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്, എത്ര വലിയ ബില്ലാണെങ്കിലും. ഓക്കെ, then in publishing, did you know that this book was designed in a computer? Almost all books, newspapers and magazines are designed in computers. നിങ്ങൾ വിചാരിച്ചോളൂ ഈ പുസ്തകത്തിലുള്ള ഇതൊക്കെ എങ്ങനെ പ്രിന്റ് ചെയ്ത്? നിങ്ങളുടെ എല്ലാം കയ്യിലെ ടെക്സ്റ്റ് ബുക്ക് ഇല്ലേ? How it has been printed? Do you know? ഇതെല്ലാം ഓരോ പുസ്തകത്തിലും ഒരാൾ എഴുതിയിട്ട് പടം വരയ്ക്കുന്നതാണെന്നാണ് നിങ്ങൾ വിചാരിച്ചത്? നോ. എല്ലാവരുടെയും പുസ്തകത്തിൽ ഇങ്ങനെ പടം വരച്ചുകൊണ്ടിരിക്കാനാണെങ്കിൽ എത്ര സമയം എടുക്കും അല്ലേ? How many books are printed every year? എത്ര ലക്ഷം ബുക്കുകൾ ഓരോ വർഷം അടിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇവര് ഒരു മാറ്റർ ടൈപ്പ് ചെയ്ത് അതിന്റെ പിക്ചേഴ്സ് ഒക്കെ എഡിറ്റ് ചെയ്ത് അതില് പോസ്റ്റ് ചെയ്ത് ആഡ് ചെയ്ത് പ്രിന്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ബാക്കി എല്ലാം പ്രിന്റ് എടുക്കും. വളരെ ഫാസ്റ്റ് ആയിട്ട് എടുക്കും. സോ ഇഫ് യു ആർ ഗോയിങ് ടു പ്രസ്, യു മൈറ്റ് ഹാവ് സീൻ കമ്പ്യൂട്ടേഴ്സ്. After the lockdown is over, we will go to some places where they are using computers. First we said that we will go to bank. Then we'll go to railway stations. We'll go to airport also after the lockdown. After corona is over, we will go to bank, we will go to airport, and we'll go to railway station. Also we will go to a printing press. നമ്മളൊരു പ്രിന്റിംഗ് പ്രസ്സിലും പോകും. അവിടെ നിന്ന് എങ്ങനെ ഇവര് പ്രിന്റ് ചെയ്യുന്നതിനൊക്കെ നിങ്ങൾ പോയിട്ടുണ്ടോ? ആരെങ്കിലും പോയിട്ടുണ്ടോ? പ്രസ്സില് ന്യൂസ് പേപ്പർ ഒക്കെ പ്രിന്റ് ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾ പോയിട്ടുണ്ടോ? ആരും പോയിട്ടില്ല അല്ലെ? നമുക്ക് കൊറോണയൊക്കെ പോയി കഴിഞ്ഞിട്ട് നമുക്ക് സെക്കൻഡ് സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസിന് എല്ലാവർക്കും കൂടെ പോകാം കേട്ടോ. പോണ്ടേ? Are you ready? 1 child is ready. 1 2 3 4 5 6 7 8 9 10. Okay, all are ready. I think Hannah is not ready. Oh, why Hannah?
Anna is not coming with us to the airport and printing press and all. We are going. Okay. Here again, who are Haifa Magarin is not ready, I think. Haifa, are you not coming with us? Binya, are you not coming with us to the printing press, airport, railway station, bank and all? We are going for a picnic to see. അതൊക്കെ കാണാൻ വേണ്ടി ഞങ്ങൾ ഒരു ടൂർ പോകുകയാണ്, പിക്നിക്ക് പോകുകയാണ്. വരുന്നവരൊക്കെ പോരാ കേട്ടോ. എപ്പോഴാണ് ആഫ്റ്റർ ദ കൊറോണ ഈസ് ഓവർ. നമ്മുടെ കൊറോണ കഴിഞ്ഞതിന് ശേഷം കേട്ടോ, നോട്ട് ഡ്യൂറിങ് ദിസ് ടൈം. ഇപ്പൊ ഈ സമയത്തല്ല. ആളവിക കേൾക്കുന്നുണ്ടോ മൊത്തേ? യെസ്, ഐ ഹോപ്പ്. ഓക്കെ. ഡൊമിനിക്, are you not coming with us? Are you not coming with us to the airport? Okay. Here, Muhammad Ati, are you not coming? Muhammad Ati, ഞങ്ങളുടെ കൂടെ വരുന്നില്ല? നമുക്ക് ഒന്നിച്ചല്ലേ വരുന്നില്ലേ? യെസ്, നമ്മൾ എല്ലായിടത്തും പോകുന്നുണ്ട്. ഓക്കെ, നല്ലത്. കൊറോണ ബി ഓവർ. കൊറോണ ഒന്ന് പോട്ടെ. ഓക്കെ, യു ചിൽഡ്രൻ പ്രേ വെൽ. നന്നായിട്ട് പ്രാർത്ഥിക്കുക, അപ്പൊ കൊറോണ ഓടിപ്പോക്കോളും. കുഞ്ഞുങ്ങൾ പ്രാർത്ഥിച്ചാല് വേഗം കാര്യം നടക്കും. അപ്പൊ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ജീസസ് ആയിക്കോട്ടെ, ശിവനായിക്കോട്ടെ, കൃഷ്ണ ആയിക്കോട്ടെ, അള്ള ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവം ഉണ്ടല്ലോ. പ്രാർത്ഥിക്കുക. Let corona be over. We want to go to airport. We want to go to railway station. We want to go to bank. We want to go to printing press and all. Okay. So you pray to your God to take back the corona. Okay. Next, designing. Computers help the design clothes, buildings, and cars. The design of aeroplanes and machines are also made on computers. So design ചെയ്യാൻ പറ്റും. നമ്മുടെ ഡ്രസ്സ്, യു ഓൾ ഹാവ് വോൺ ഡ്രസ്സ്. നിങ്ങൾ എല്ലാവരും ഡ്രസ്സ് ധരിച്ചിട്ടുണ്ട് അല്ലേ? ആ ഡ്രസ്സ് പല പല മോഡലുകളാണ്. നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന 4-5 കുട്ടികളുടെ ഡ്രസ്സ് ഡിഫറെന്റ് ആണ്. ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഡിഫറെന്റ് മോഡൽസ്, ഡിഫറെന്റ് പാറ്റേൺ. നിങ്ങളുടെ ഡ്രസ്സിന്റെ പാറ്റേൺ നോക്കിയാൽ ചിലതൊക്കെ പൂവൊക്കെ ഉണ്ട് അല്ലെ, പ്രിന്റ് ഒക്കെ ഉണ്ട് ഇല്ലേ? ടീച്ചറിന്റെ ഡ്രസ്സ് കാണുന്നുണ്ടോ നിങ്ങള്? Can you see this? Can you see this? Yes. Can you see this? See there is another pattern. Here is another pattern. And see in your dress also. നിങ്ങളുടെ ഡ്രസ്സിൽ നോക്കിക്കേ, എല്ലാവരുടെയും ഡ്രസ്സ് ഒരുപോലെയാണോ? അല്ല, ഡിഫറെന്റ് കളേഴ്സ്, ഡിഫറെന്റ് മോഡൽസ്, everything is different. I think no one is wearing the same model of dress. ഇവിടെ ആരെയും ടീച്ചറിന് കാണുമ്പോൾ എത്ര കുട്ടികളുണ്ട്? ഇത്രയും കുട്ടികളുണ്ട് ഇവിടെ. ഇത്രയും കുട്ടികളുടെ ആരുടെയും ഡ്രസ്സ് ഒരേപോലെയല്ല, എല്ലാവരുടെയും ഡിഫറെന്റ് ആണ്. ഒരാളുടെ നമ്മൾ സ്കൂളിൽ യൂണിഫോം ധരിക്കുമ്പോൾ മാത്രമേ സെയിം ഉള്ളൂ, അല്ലെങ്കിൽ എല്ലാവരുടെയും ഡിഫറെന്റ് ആണ് അല്ലേ? ഓക്കെ. ഇനി നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് എത്ര ജോഡി ഡ്രസ് ഉണ്ട്? നിയർലി 10, 25, 30, 35 and all dresses are there. Some children are having the dress when you are so small boy itself or small girl itself. നിങ്ങൾ കുഞ്ഞു ബേബി ആയിരുന്ന സമയത്തുള്ള ഡ്രസ്സ് വരെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന മക്കളുണ്ട് അല്ലേ? Do you have your small dresses? All the dresses, small ones? Do you keep it? Some will give to your younger brother or sister, but some will not give also. ചിലവര് കുഞ്ഞ് അനിയനോ അനിയത്തിക്കൊക്കെ അത് കൊടുക്കും. നിങ്ങൾക്ക് ചെറുതാകുമ്പോൾ നിങ്ങളുടെ ഡ്രസ്സ് നിങ്ങളുടെ ബ്രദറിനോ സിസ്റ്ററിനോ കൊടുക്കും. ബട്ട് ചില കുട്ടികളുണ്ടല്ലോ ഈ ക്ലാസ്സിൽ കൊടുക്കൂലാത്ത. ഇതെന്റെ എനിക്ക് വേണം, സൂക്ഷിച്ചു വെക്കും. എപ്പാ 1 year old ചൈൽഡ് ആയിരുന്നപ്പോ ഡ്രസ്സ് പോലെ സൂക്ഷിച്ചു വെക്കുന്ന കുട്ടികളുണ്ട് ഇല്ലേ? ഉണ്ടോ? ഇവിടെ ആരെങ്കിലും ഉണ്ടോ? സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ ആരെങ്കിലും ഉണ്ടോ? ഹന്ന ഐ തിങ്ക് സ്മോൾ ഡ്രസ് വെച്ചിട്ടുണ്ടോ? ഓക്കെ. ചിലവര് സൂക്ഷിച്ചു വെക്കും, ചിലവര് യങ്ങർ വൺസിന് കൊടുക്കും, ബ്രദറിനോ സിസ്റ്ററിനോ ഒക്കെ. ഓക്കെ. അങ്ങനെ സൂക്ഷിച്ചു വെക്കുന്ന ആ ഡ്രസ്സ് പോലും ഇറ്റ് ഈസ് ഡിഫറെന്റ്. നൗ യു ഹാവ് ആ ഡ്രസ്സ് പോലും എല്ലാ ഡ്രസ്സും നിങ്ങൾ എടുത്ത് നോക്കിയാൽ എല്ലാം വ്യത്യസ്തമായിരിക്കും. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ എത്ര ജോഡി ഡ്രസ്സ് ഉണ്ടോ എല്ലാം ഡിഫറെന്റ് ആയിരിക്കും, വ്യത്യാസമായിട്ടായിരിക്കും. അമ്മനെക്കുട്ടി കേൾക്കുന്നുണ്ടോ മുത്തേ? Amanna, okay. Amanna is not moving, that's what. Okay. So, to make a design of dresses, to make the designs of houses. See, we all live in houses, and you look around your neighbor's house. You have some neighbors near your house, and look at their houses. Is the same like yours? Is the house same like yours? നിങ്ങളുടെ അതേപോലത്തെ വീടാണ് നിങ്ങളുടെ തൊട്ടപ്പുറത്തുള്ള വീട്? അല്ല, there will be a bit of change. There will be some changes in that house, isn't it? ചിലപ്പോൾ റൂമുകളുടെ എണ്ണം കുറവായിരിക്കും, ചിലപ്പോൾ റൂമുകളുടെ എണ്ണം കൂടുതലായിരിക്കും, ചിലപ്പം പോർച്ചിന്റെ സൈസ് വലുതായിരിക്കും, അല്ലെങ്കിൽ ഡിസൈൻ വലുതായിരിക്കും. അങ്ങനെ ഡിഫറെന്റ് വേസ് it will be different.
പലതരത്തിൽ അത് വ്യത്യസ്തമായിരിക്കും അല്ലേ? ഓക്കെ, നമ്മൾ വരുന്ന വഴിക്ക്, നിങ്ങൾ സ്കൂളിലേക്ക് വരുന്ന വഴിക്ക് യു ക്യാൻ സീ മെനി ഹൗസസ്, but everything will be different. Most of the houses will be there will be some difference like the same way. So computers help us to make a different designs in dresses, in buildings, then making bus, this what is that, aeroplanes, trains, cars and all. Idinella design cheyan vendittu namukku difference undu. Okay, Sonam is designing a dress. See the picture നോക്കിക്കേ, പേജ് നമ്പർ 15 ആദ്യത്തെ പിക്ചർ ഒക്കെ നോക്കിക്കേ. ഇവിടെ ഒരാൾ ഡ്രസ്സിന്റെ പിക്ചർ ഉണ്ടാക്കുന്നു. Aslam is designing a building. Jaswant is designing a car. Next, in space research, what is the meaning of space research? Do you know what's the meaning of astronaut? Do you know what's the meaning of astronaut? Do you know what's the meaning of scientist? Scientist എന്ന് പറഞ്ഞാൽ ആരാണെന്ന് അറിയാമോ? ശാസ്ത്രജ്ഞൻ. And astronaut means one who study or one who explore about the planets, means space. നമ്മുടെ സ്പേസിനെ കുറിച്ച്, അതായത് നമ്മുടെ മൂണ്, പിന്നെന്താ പറയണ്ടേ, സ്പേസിന് എന്താ മലയാളം പറയുന്നത്, ശൂന്യാകാശം, അതായത് ആകാശത്തെ കുറിച്ചും സ്റ്റാർസിനെ കുറിച്ചും പ്ലാനറ്റ്സിനെ കുറിച്ചും ഒക്കെ പഠിക്കുന്ന ആൾക്കാർ. നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നോ? പിന്നെ ഏതാ ദുബായ് തോന്നുന്നു, UAE, അവരൊരു ചാന്ദ്രയാൻ പോലെ ഒരു സാധനം വിക്ഷേപിച്ചത്, സാറ്റലൈറ്റിനെ വിക്ഷേപിച്ചതൊക്കെ കണ്ടായിരുന്നോ കഴിഞ്ഞ ദിവസം? നിങ്ങൾക്ക് റോക്കറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഹാവ് യു സീൻ റോക്കറ്റ്സ്? ഓക്കെ, റോക്കറ്റ്സ് യു ഹാവ് സീൻ. ഓക്കെ, ഈ റോക്കറ്റ്സ് എങ്ങോട്ടാ പോകുന്നത്? മേളിൽ അല്ലേ? ഓക്കെ, ഈ നിങ്ങൾ കഴിഞ്ഞ വർഷം നമ്മുടെ ഇന്ത്യ ഒരു ചാന്ദ്രയാന്റെ ഒരു ഇത് വിക്ഷേപിച്ചത് കണ്ടായിരുന്നോ? നിങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ഓർക്കുന്നുണ്ടോ? അതെന്തിനാ വിക്ഷേപിച്ചത്? നമ്മുടെ ചന്ദ്രനിലുള്ള അല്ലെങ്കിൽ ചൊവ്വാഗ്രഹത്തിലുള്ള മറ്റു ഗ്രഹങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ്. ചൊവ്വാഗ്രഹം, അടുത്ത ഗ്രഹം, അല്ലെങ്കിൽ ചന്ദ്രനിലുള്ള മണ്ണ്, കല്ല്, അതൊക്കെ എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടുന്ന് നമ്മൾ വിക്ഷേപിക്കുന്ന റോക്കറ്റ്സ്, സ്പേസ് സെറ്റുകളൊക്കെ ഇറ്റ് വിൽ ബി കണ്ടെയ്നിങ് വെരി കപ്പാസിറ്റബിൾ, വെരി ലാർജ് പവർഫുൾ കമ്പ്യൂട്ടേഴ്സ്. ഭയങ്കര വലിയ പവർഫുൾ ആയിട്ട് കമ്പ്യൂട്ടേഴ്സ് ഒക്കെ ഫിറ്റ് ആക്കിയിട്ടാണ് ഇവിടുന്ന് നമ്മൾ കുറച്ച് സൂപ്പർ കമ്പ്യൂട്ടേഴ്സിനെ കുറിച്ച് അല്ലേ, സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ഒക്കെ ആക്കിയിട്ടാണ്. അവിടെ നിന്ന് ഫോട്ടോസ് ഒക്കെ എടുത്ത് വിടും ചന്ദ്രനിലെ മണ്ണ് എങ്ങനെയാണ്. ബിക്കോസ് we cannot go and live there. നമുക്ക് അവിടെ പോയി ജീവിക്കാൻ പറ്റുമോ? ചന്ദ്രൻ അമ്പിളിയമ്മാവന്റെ അവിടെ പോയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? No, we cannot live because there is no air, no water and all. അവിടെ വായുവും വെള്ളവും ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അവിടെ ജീവിക്കാൻ പറ്റത്തില്ല. So these satellites will go there. We will send the satellites, and satellites will have a high power cameras, digital cameras and computers set in that, and it will give photos of that, and it will be orbiting there. അതായത് അതിന് ചുറ്റും ഇങ്ങനെ ഓർബിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാകും. ഓക്കെ, so satellites and rockets are launched with the help of computers. Computers also help to control the movement of satellites in space. അപ്പം നമ്മളെ ഇന്ത്യയും മറ്റു രാജ്യങ്ങളും ഒക്കെ കുറെ സാറ്റലൈറ്റ്സ് വിട്ടിട്ടുണ്ട്, ഉപഗ്രഹങ്ങൾ. ഈ സാറ്റലൈറ്റ്സിന്റെ മൂവ്മെന്റ് എല്ലാം, അതിന്റെ ഫോട്ടോസ്, ഇതെല്ലാം നമുക്ക് അയച്ചു തരുന്നത് ഈ കമ്പ്യൂട്ടേഴ്സ് ആണ്. അല്ലാതെ അവിടെ ഒരു ഫോട്ടോ എടുക്കാൻ ഒരാളെ പോയി നിന്നിട്ട് അവിടുന്ന് ഫോട്ടോ എടുക്കുമല്ലോ ചെയ്യുന്നത്. ഓക്കെ, in making films, have you seen animation films such as Hanuman, Finding Nemo and Shrek? നിങ്ങൾ ഇങ്ങനെ പിന്നെ നിങ്ങൾ കൊച്ചു ടി വി കാണുന്നതല്ലേ? What do you see there? Which all the serials you see there? എന്തൊക്കെ കാണുന്നത്? ഡോറ ബുജ്ജി, പിന്നെന്താ, എനിക്കാകെ ഡോറ ബുജ്ജിനെ എനിക്ക് അറിയുള്ളൂ. വേറെ എന്തൊക്കെയുള്ളേ? അമന്ന ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ മുത്തേ. അമന്ന കൊച്ചു ടി വിയിൽ എന്തൊക്കെയാ മോള് കാണുന്നേ? ബാർബി എന്നാണ് പറഞ്ഞേ? ബാലബീർ. ഓക്കെ മനസ്സിലായി ബാലബീർ. ഓക്കെ, പിന്നെന്താ?
ക്ലിയർ ഇല്ല, അമന്നയുടെ ക്ലിയർ ഇല്ല. ഓക്കെ, ഐ വാണ്ട് മുഹമ്മദ് അഫ്ല. മുഹമ്മദ് അഫ്ല, പ്ലീസ് അൺമ്യൂട്ട് യുവർ സെൽഫ്. അഫ്ല, അഫ്ല ടി വി കാണാറുണ്ടോ? കൊച്ചു ടി വി കാണാറുണ്ടോ? കൊച്ചു ടി വി കാണാറുണ്ട്. യെസ്, വാട്ട് ഓൾ യു സീ ദേർ? എന്തൊക്കെ കാർട്ടൂൺസാ കാണുന്നതില്? ഹാപ്പി കിഡ്. ആ, പിന്നെ ടോം ആൻഡ് ജെറി. ഓക്കെ, അതെ, ഇവിടെ ആരാണ്ടൊന്ന് കാണിക്കുന്നുണ്ട് വടിയിട്ടത്ത്. ഫാത്തിമ മെഹറിനെ, എന്തുവാ അത്? ഓക്കെ, ഡോറ ബുച്ചി കാണാറുണ്ടോ? ഇല്ല. ഓക്കെ, പിന്നെ ഒരു ഇതിനകത്തുണ്ടല്ലോ സോർദാറ്, ബണ്ണി, ഹണി, വേറെ ഏതാ അതിനകത്ത്? വേറെ എന്തൊക്കെയോ പേരുകളൊക്കെ കേട്ടിട്ടുണ്ട്. സോർദാറ്, ബണ്ണി, ഹണി, കിറ്റി, പിന്നെന്തുവാ, പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ കഥാപാത്രം. പിന്നെ എന്താ, തക്കേല, പക്കേല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കഥാപാത്രങ്ങളൊക്കെ ഉള്ള സ്റ്റോറീസ് ഒക്കെ ഞാൻ ഇടയ്ക്ക് വീട്ടില് വേറെ പിള്ളേര് വരുമ്പോ അവരിങ്ങനെ ഇത് ചാനൽ ഞാൻ കേട്ടിട്ടുള്ള. ഹണി ബണ്ണി. കേൾക്കുന്നില്ല മറ്റേ എറിക്കിന് കേൾക്കുന്നില്ല, ബാക്കിയുള്ളവർക്ക് കേൾക്കുന്നുണ്ടല്ലോ. മോനെ റേഞ്ച് ഉള്ളവർക്ക് ക്ലിയർ ഇല്ല അല്ലേ? ഓക്കെ, മോനെ ലേശം അങ്ങോട്ടും മാറിയിരിക്കാൻ പറ്റുമോ? എറിക്കെ റേഞ്ച് ഉള്ളിടത്തോട്ട് മാറിയിരുന്നാൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ പറഞ്ഞ കാർട്ടൂൺ കഥാപാത്രങ്ങളൊക്കെ നിങ്ങൾ കാണുമ്പോ കുറെ എന്താ പറയുന്നത്, ഇപ്പൊ പറഞ്ഞ ഡോറ ബുജി, ഞാൻ ഫോർ എക്സാമ്പിൾ ആയിട്ടല്ലേ, ആ ബുജി എന്ന് പറയുന്ന ഒരു മങ്കി പോലെയാണ് അല്ലെ. ആ മങ്കി അത് സംസാരിക്കുന്നു, അതെന്തൊക്കെയോ ഇങ്ങനെയൊക്കെ ചാടുന്നൊക്കെ കാണാൻ നിങ്ങൾക്ക് അല്ലെ. ഓരോ ഈച്ച് ആൻഡ് എവറി കാർട്ടൂൺ in the cartoon characters will talk, jump, dance and all. Actually will it do like that way? ശരിക്കും അങ്ങനെയൊക്കെ സംസാരിക്കുമോ? മങ്കി, ഡോഗ്, റാബിറ്റ് ഒക്കെ സംസാരിക്കുമോ ശരിക്കും? No, but ഇത് through animation with the help of computer they will make it as a talking, jumping, dancing, laughing, crying, ഇങ്ങനെ കരയുന്നതായിട്ടും ചിരിക്കുന്നതായിട്ടും ജമ്പ് ചെയ്യുന്നതായിട്ടും ഒക്കെ കാണിക്കുന്നതാണ് കമ്പ്യൂട്ടറിലൂടെ. ഒക്കെ okay, these films do not have human actors. The characters are drawn and colored on computers. പിന്നെ നിങ്ങൾക്ക് ഇപ്പൊ ഏഷ്യാനെറ്റിലൊക്കെ ഈ ലോക്ക്ഡൌണിന്റെ സമയത്ത് ഏതൊക്കെയോ ആനിമേഷൻ ഫിലിംസ് കാണിക്കുന്നുണ്ടായിരുന്നു. ഏതൊക്കെയോ അതിനകത്ത് മനുഷ്യരൊന്നുമില്ല, only ആനിമൽസ്, സ്മോൾ ആൻഡ് ബിഗ് ആനിമൽസ്. അപ്പൊ അങ്ങനെ ചെറുതും വലുതായിട്ടുള്ള പലതരം ആനിമൽസിന്റെ ഒക്കെ സിനിമകൾ ഉണ്ടാകും, ആനിമേഷൻ ഫിലിംസ് അല്ലെ. അപ്പൊ അതൊക്കെ ശരിക്കും ആക്ച്വലി ഹൗ ഇറ്റ് ഈസ് പോസിബിൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതെങ്ങനെ ശരിക്കും സംസാരിക്കുന്നതാണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? നോ, ഇറ്റ് ഈസ് ഡ്രോൺ. ഫാത്തിമ മെഹറീൻ മുത്തേ നേരെ ഇരിക്കും മോളെ. ഓക്കെ, അപ്പൊ അത് ശരിക്കും ഡ്രോയിങ് ചെയ്തിട്ട് കമ്പ്യൂട്ടറിൽ കളർ ചെയ്യുന്നതാണ്, എന്നിട്ട് അതിനെ ആനിമേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ ഓക്കെ, എത്ര മനസ്സിലായില്ലേ? Do you have pencil with you? Take your pencils, all of you, please. Take your pencils. Show me your pencils, sir. Show me your pencils, please, all of you. Okay, take page number 16. Okay, our question: do you like animation movies? Animation movie or cartoons ഒക്കെ നിങ്ങൾ കാണാറുണ്ടോന്ന്? Write the answers and then discuss them with your partner. See here, first question is how many animation films you have seen? നിങ്ങൾ എത്ര ആനിമേഷൻ ഫിലിംസ് കണ്ടിട്ടുണ്ട്? ആനിമൽസിന്റെ ഒക്കെ കണ്ടിട്ടുണ്ടോ? 1, 2, 3, 4. നിങ്ങൾ എത്ര കണ്ടിട്ടുണ്ടോ അത്ര എണ്ണം എഴുതിക്കോ. എത്ര എണ്ണാണെന്ന് വെച്ചെന്നാല് 10. If you have seen, you can write 10. If you have seen 5, you can write. ആനിമൽസിനെ കുറിച്ചുള്ള ആനിമൽസ് സംസാരിക്കുന്നത് പോലെയൊക്കെയുള്ള കഥാപാത്രങ്ങൾ കാർട്ടൂൺ ആയിക്കോട്ടെ, കുഴപ്പമില്ല, നോ പ്രോബ്ലം. നിങ്ങൾ ഏതെങ്കിലും കാർട്ടൂണുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് കേൾക്കാൻ പറ്റും. ഇപ്പൊ ഡോറ ബുജി, പിന്നെ എന്താ നിങ്ങൾ മുമ്പ് എന്താ പറഞ്ഞ ഹാപ്പി കിഡ്, അതിനകത്തൊക്കെ ആനിമൽസ് ഉണ്ട് അല്ലേ. ആനിമൽസ് സംസാരിക്കുന്നതായിട്ടൊക്കെ കാണാൻ പറ്റും നിങ്ങൾക്ക് അല്ലേ. ഓക്കെ, അങ്ങനത്തെ നിങ്ങൾ ഏകദേശം വേഗം തന്നെ ആലോചിക്കണേ. എല്ലാം എണ്ണി സമയങ്ങളില്ല, അവിടെ പീരീഡ് തീർന്നു പോകും.
ഇപ്പൊ ഡോറ ബുജ്ജി ഒരെണ്ണം ഒരു അതായി. പിന്നെന്താന്ന് പറഞ്ഞ ഒരു എനിക്ക് കഥാപാത്രങ്ങളുടെ പേരിൽ ബിക്കോസ് ഐ എം നോട്ട് വാച്ചിങ് ദാറ്റ് കൊച്ചു ടി വി കണ്ടുള്ള ഓർ കാർട്ടൂൺസ് ഞാൻ കാണാറില്ലാത്തതുകൊണ്ട് എനിക്ക് അറിയില്ല. നിങ്ങൾ കാണുന്നവർക്കില്ല. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യന്, നെയിം യുവർ ഫേവറേറ്റ് ആനിമേഷൻ ഫിലിം. നിങ്ങൾ കണ്ടിട്ടുള്ള നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആനിമേഷൻ ഫിലിമിന്റെ പേര് എഴുതുക. സിനിമ ആനിമേഷൻ ഫിലിം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് എഴുതുക. അതർവൈസ് യു കൻ റൈറ്റ് എനി കാർട്ടൂൺ നെയിംസ്. കാർട്ടൂണിന്റെ പേര് എഴുതുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള. അവിടെ ഒരാൾ പറഞ്ഞ ഹാപ്പി കിഡ് കാണാറുണ്ട്, ബാലവീർ കാണാം. ബാലവീറിനകത്ത് ആനിമേഷൻ എന്ന് പറയാനില്ല, അതിനകത്ത് അനിമൽസ് ഒന്നും ഇല്ലല്ലോ അല്ലേ, അത് ആൾക്കാരുടെ. പക്ഷെ ഡോറ ബുജിക്കകത്ത് മറ്റേ ഒരു കുറുനരി ഉണ്ട്, ഉണ്ട്, അതൊക്കെ ഉണ്ടല്ലോ അല്ലേ. സോ യു കാൻ റൈറ്റ് ഇഫ് യു ലൈക്ക് ടു വാച്ച് ഡോറയുടെ പ്രയാണം, യു കാൻ റൈറ്റ് ഡോറ. അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും കാണുന്നുണ്ടെന്നില്ല അതിന്റെ പേര് എഴുതി കേട്ടോ. ഹൈഫ കുട്ടിക്ക് എന്താ പ്രശ്നം, കേൾക്കുന്നില്ല മുത്തേ? ഓക്കെ, ആരാ അൺമ്യൂട്ട് ചെയ്ത ആളുടെ സൗണ്ട് ആണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് തേർഡ് വൺ, നെയിം യുവർ ഫേവറേറ്റ് ആനിമേഷൻ ക്യാരക്ടർ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആനിമേഷൻ ക്യാരക്ടർ ഏതാണെന്ന് വെച്ചെന്നാ എഴുതാം. ചിലർക്ക് മൗഗ്ലി ആയിരിക്കും, ചിലർക്ക് ബുജ്ജി ആയിരിക്കും, ചിലർക്ക് പിന്നെന്താ സോർദാർ ആയിരിക്കും, ചിലർക്ക് ഹണ്ണി ആയിരിക്കും, ബണി ആയിരിക്കും, പോപ്പറ്റ് ആയിരിക്കും. പിന്നെന്താ വേറെ ഒന്നിന്റെ പേര് എനിക്ക് അറിയില്ല, എനിക്ക് അറിയാവുന്ന പേരുകൾ പറയുന്നുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആനിമേഷൻ കാർട്ടൂണിലെ അല്ലെ ഫിലിമിലെ ക്യാരക്ടറിന്റെ പേര് എഴുതുക. എഴുതിയ ഹന്ന? ഞാൻ ആൻസർ വായിപ്പിക്കുവേ, അപ്പൊ എല്ലാരും എന്നോട് പറയണം. നെക്സ്റ്റ് ഫോർത്ത് വൺ, ഡ്രോ ഓർ പേസ്റ്റ് എ പിക്ചർ ഓഫ് ദ ക്യാരക്ടർ. അത് ഇച്ചിരി പണിയല്ലേ. ഇപ്പൊ നിങ്ങൾ എഴുതിയ ക്യാരക്ടറിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫേവറേറ്റ് ക്യാരക്ടർ എന്നും പറഞ്ഞ് എഴുതിയില്ലേ, അതിന്റെ പടം വരച്ചു വെക്കാൻ, അല്ലെങ്കിൽ അതിന്റെ ഒരു പിക്ചർ. ഇപ്പൊ ബുജ്ജിയുടെ പേര് എഴുതിയിട്ടുള്ള ആള് ബുജ്ജിയുടെ പടം വരയ്ക്കണം, മൗഗ്ലി എന്ന് എഴുതിയവര് മൗഗ്ലിയുടെ പടം വരയ്ക്കണം. ഹണിയുടെ പേര് എഴുതിയവർ ഹണിയുടെ പടം വരയ്ക്കണം, ബന്നിയുടെ ആണെങ്കിൽ ബന്നിയുടെ പടം വരയ്ക്കണം. അത് ഹോംവർക്ക് ആയിട്ട് വരയ്ക്കുക അല്ല, ഇപ്പം വരയ്ക്കണ്ട. ഇപ്പൊ നമുക്ക് ക്ലാസ് സമയം തീരാറായില്ല, അതുകൊണ്ട് ഇപ്പം വരയ്ക്കണ്ട. അത് വരച്ചിട്ട് ടീച്ചറിന് വൈകുന്നേരം ഗ്രൂപ്പിൽ എടുത്ത് തന്നാൽ മതി. ടീച്ചറിന് പേഴ്സണൽ ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ സെക്കൻഡ് സ്റ്റാൻഡേർഡ് ഗ്രൂപ്പിൽ ഇട്ട് തരണേ. ആരെങ്കിലും മറക്കുവോ? Will anyone forget? No. Good children. Very good, very good. നല്ല മക്കള്. Okay. Now Hannah Varghese, please unmute. Please unmute. Hannah Varghese. അന്ന അൺമ്യൂട്ട് ചെയ്യുമ്പോ എന്നിട്ട് സംസാരിക്കുക. അൺമ്യൂട്ട് ചെയ്യാതെ സംസാരിച്ച കേൾക്കൂല. ഇവിടെ വരയ്ക്കണം. ഇവിടെ ഒരു സ്പേസ് തന്നിട്ടില്ലേ ടെക്സ്റ്റ് ബുക്കിൽ? ഇപ്പൊ നിങ്ങൾ എഴുതിയോർത്തൊരു സ്പേസ് കണ്ടില്ലേ അവിടെ? ഓക്കെ, ഹന്ന read the first answer. How many animation films you have seen? എത്ര ആനിമേഷൻ ഫിലിം കണ്ടിട്ടുണ്ട് ഹന്ന? എത്ര എണ്ണം കണ്ടിട്ടുണ്ട്? No, question ഇതാണ്. ഫസ്റ്റ് വന്ന് how many animation films have you seen? എത്ര ആനിമേഷൻ ഫിലിം കണ്ടിട്ടുണ്ടെന്ന് ചോദിച്ചത്. ഹണി ബണി അല്ല, അതിന്റെ എത്ര എണ്ണമാണോ പറ, പേര് പറയണ്ട. ഇപ്പം നമ്പർ പറഞ്ഞാൽ മതി. 1 2 3 ലൈക്ക് ദാറ്റ്. എത്രയാ മോള് കണ്ടേക്കുന്നത് എഴുതിയേക്കുന്നേ? 2. Okay. Second question is to you, to Hannah. Name your favorite animation film. മോൾക്ക് ഇഷ്ടമുള്ള ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ആനിമേഷൻ ഫിലിം പേര് പറ. നീ എഴുതിയില്ല? ഹണി ബണ്ണി നീ എഴുതിയിട്ടില്ലേ? നോട്ട്ബുക്കിലെ ടെസ്റ്റിൽ എഴുതിയില്ലേ? ഇപ്പൊ ഞാൻ ആൻസേഴ്സ് പറഞ്ഞപ്പോ ടെസ്റ്റിലേക്ക് എഴുതിയില്ല. വാട്ട് യു ഹാവ് റിട്ടൺ? What have you written in your textbook? മോളെ ടീച്ചർ ഇത്രയും സമയം പറഞ്ഞു മോളൊന്നും എഴുതിയില്ലേ ടെസ്റ്റിലേക്ക്? മോളെ ആൻസർ പറ. രണ്ടാമത്തെ ആൻസർ എഴുതിയിട്ടില്ല. ഫസ്റ്റ് വൺ ഡിഡ് യു റൈറ്റ്?
Okay, first one did you write? First one. Okay, second one, name your favorite animation film. Okay, ഏറ്റവും ഇഷ്ടമുള്ള animation ഫിലിമിന്റെ പേര് ചോദിച്ചിരിക്കുന്നു. If you are not seeing the film, you can write any cartoon names. സിനിമ ആനിമേഷൻ സിനിമ കണ്ടിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാർട്ടൂണിന്റെ പേര് എഴുതാം. ഈ പറഞ്ഞ ഡോറയുടെ പ്രയാണം, പിന്നെ എന്താ വേറെ എന്തൊക്കെയോ ഉണ്ടല്ലോ, എനിക്കറിയില്ല. നിങ്ങളെല്ലാം കാണുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. ബാലവീർ എന്താ പറ്റേ ബാലവീർ ആനിമേഷൻ ഫിലിം അല്ല മോളെ. അത് നമുക്ക് ഒരു ആനിമേഷൻ ഫിലിം എന്ന് പറയുമ്പോ ആനിമൽസ് ഉണ്ടോ അതിനകത്ത്? ഉണ്ടോ? എനിക്കറിയില്ല, ഞാൻ കാണാറില്ല, അതുകൊണ്ട് ചോദിച്ചതാണ്. അനിമൽസ് ഇല്ല. അപ്പൊ വേറെ ഒരു കാർട്ടൂൺ പറ. വേറൊരു കാർട്ടൂൺ പറ. ബാലവീറിലെ അനിമൽസ് ഹണി ബന്നി. ഓക്കെ, അതിന്റെ പേര് അങ്ങനെ തന്നെയാണോ? ഹണി ബന്നി. ഓക്കെ, റൈറ്റ് ഹണി ബന്നി there. പേര് എഴുതുക അങ്ങനെ, ഹണി ബന്നി. റൈറ്റ് ദ നെയിം ലൈക്ക് ദാറ്റ് വേ. എന്റെ ഫേവറേറ്റ് അതാണെങ്കിൽ ഹണി ബന്നി എന്ന് എഴുതുക. HONEY ഹണി, BUNNY ബന്നി. ഓക്കെ, നമ്മൾ ടൈം തീരാറായി, വേമേന്നാട്ടെ. നെക്സ്റ്റ് തേർഡ് വൺ, നെയിം യുവർ ഫേവറേറ്റ് ആനിമേഷൻ ക്യാരക്ടർ. മോൾക്ക് ഇഷ്ടമുള്ള ഇതിനകത്തെ ക്യാരക്ടർ ഏത് കഥാപാത്രത്തിനെയാണ് ഇഷ്ടം? ഹണിയാണോ, ബന്നിയാണോ, പോപ്പറ്റാണോ, സോർദാറാണോ, പിന്നെ കന്നസാറാണോ, വേറെ ആരണ്ടൊക്കെ ഉണ്ടല്ലോ, മേഡോ മിസ്സോ എന്തൊന്നും? ബന്നി. ഓക്കെ, റൈറ്റ് ബന്നി. ബന്നി എഴുതുന്ന മക്കളെ ഞാൻ പറയുന്നത് എഴുതാത്തവരോട് എഴുതാൻ, എഴുതിയവരും ഓക്കെ, കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഫോർത്ത് വൺ. ഫോർത്ത് വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു കേട്ടോ. വൈ ഡു യു ലൈക്ക് ദാറ്റ് ക്യാരക്ടർ? ആ ക്യാരക്ടറെ നിങ്ങൾക്ക് എന്താ ഒത്തിരി ഇഷ്ടപ്പെടാൻ കാരണം എന്ന്. ഇപ്പൊ നിങ്ങൾ സപ്പോസ് ബാലവീറിനെ ഇഷ്ടപ്പെടുന്നെങ്കിൽ ബാലവീറിനെ എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നു? ഇപ്പൊ നമ്മുടെ ബാലവീറിന് ആനിമേഷൻ ഫിലിമിലേക്ക് പെടുത്തുന്നില്ല. മൗഗ്ലി അല്ലെങ്കിൽ ഹണി അല്ലെങ്കിൽ ബന്നി, പോപ്പറ്റ്, അതിലൊക്കെ നിങ്ങൾക്ക് ഏത് ഇഷ്ടമുള്ള കഥാപാത്രം ഏതാണോ ഇനി അതിന് എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടുന്നതെന്ന്. വൈ ഹന്ന, വൈ യു ലൈക്ക് ദാറ്റ് ഹണി? ഹണിയാണോ ബന്നിയാണോ പറഞ്ഞത്? ബന്നിനെ ഇഷ്ടപ്പെടുന്നത്. ഓക്കെ, ബന്നിനെ ഇഷ്ടപ്പെടാൻ കാരണം എന്താണ്? വൈ ഡു യു ലൈക്ക് ഇറ്റ്, ലൈക്ക് ദാറ്റ് ക്യാരക്ടർ മോർ? ഫ്രണ്ട്സ് ആയതുകൊണ്ടാണോ? പാവായതുകൊണ്ടാണോ? He is clever. Okay, he is clever since. Okay, very good. He is then പിന്നെ എന്താ പറയണ്ടേ? He is clever. വേറെ വല്ല ഇതാണെന്ന് നിങ്ങൾക്ക് he is beautiful അങ്ങനെയൊക്കെ എഴുതാൻ. അത് കാണാൻ ഭംഗിയുള്ളതുകൊണ്ട് ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നവരുണ്ടാകും. He is clever. He dances nicely. അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും കാരണങ്ങൾ കാണുമല്ലോ അതിന് ഇഷ്ടപ്പെടാന്. ഓക്കെ, ഇവിടെ നെക്സ്റ്റ് പടവും വരയ്ക്കണം. ഓക്കെ, ഐ വാണ്ട് അനീറ്റ ഫിലിപ്പ്. അനീറ്റ മുത്തേ, അൺമ്യൂട്ട് ചെയ്തേ മുത്തേ. ഫാസ്റ്റ്ലി അൺമ്യൂട്ട് ചെയ്യ. അൺമ്യൂട്ട് ആവുന്നില്ല. Anita unmute ആവുന്നില്ല മുത്തേ. Okay, Anita, can you read the answers? How many animation films you have seen? എത്ര ആനിമേഷൻ ഫിലിം കണ്ടിട്ടുണ്ട് മോളുടെ? ആൻസർ എഴുതിയേ. 5. Okay, name your favorite animation film. ആനിമേഷൻ ഫിലിമിന്റെ പേരെന്താ എഴുതിയേ? ഡോറയുടെ പ്രയാണം. ഓക്കെ, നെയിം യുവർ ഫേവറേറ്റ് ആനിമേഷൻ ക്യാരക്ടർ. അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള കഥാപാത്രം ഏതാണ്? ഏതാ ക്യാരക്ടർ? ഡോറയുടെ പ്രയാണത്തിലാണോ ഹണി ഉള്ളത്? അല്ലല്ലോ, ഡോറ. ഓക്കെ. നെക്സ്റ്റ്, വൈ ഡു യു ലൈക്ക് ദാറ്റ് ക്യാരക്ടർ? എന്താ ഡോറയെ ഇഷ്ടപ്പെടാൻ കാരണം? ഷക്സാദേ മുത്തേ, എന്താ പരിപാടി? പറ മോളെ. അനീറ്റ പറ. ഇഷ്ടപ്പെടാൻ കാരണം എന്താ?
ഓക്കെ, അവളിപ്പോ ആൻസർ പറയുന്നില്ല. ഹായ് വേണ്ട. ഹൈഫ ഫാത്തിമ. ഹൈഫ കുട്ടി. ഹൈഫ, നമുക്ക് ടൈം തീർന്നു തോന്നുന്നു. ലെസ് ദാൻ 1 മിനിറ്റ്. ഓക്കെ, നമ്മുടെ ടൈം കഴിഞ്ഞു. ഇനി പോലീസ് സ്റ്റേഷനിൽ